മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും തമ്മിൽ എന്താണ് വ്യത്യാസം? അത് തിരിച്ചറിയാൻ പ്രയാസമാണ് അല്ലെ? പിന്നെ അതുപോലെ തന്നെ നമുക്കത് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഒരു ചികിത്സ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തോ തെറ്റായ ഒരു സംഭവമായിട്ട്, അയാൾക്ക് എന്തോ ഭ്രാന്തുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എടുത്തോ സൈക്കാട്രിസ്റ്റ് എടുത്തോ പോകുന്ന ഒരാളെ വളരെ മോശമായിട്ട് ആളുകൾ സംസാരിക്കുകയാണ്. അതിലൊരു വ്യക്തി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മറ്റേ ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ആള് മറ്റേ ആളോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുന്നത്? ഈ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇന്നലെ കഴിഞ്ഞ ആഴ്ച വരെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വരെ നീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അയാൾക്കൊന്നും ചെയ്യാൻ തോന്നില്ല, ഈവൻ അയാൾക്കൊരു കുളിക്കാൻ പോലും തോന്നില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജിലുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ കേട്ടിരുന്നു. പിന്നെ സഹിക്കാൻ പറ്റാതായപ്പോൾ തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം സ്ട്രെസ് എടുത്തിട്ട് ശ്വസിക്കുന്നത്? ഇവിടെ എത്രമാത്രം അന്തരീക്ഷമായി ഓക്സിജൻ ഉണ്ട് തിരിച്ചു വയ്ക്കുക. മറ്റേ ആദ്യം ചോദിക്കുന്നു, നിനക്ക് ചുറ്റും എത്രമാത്രം സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ട്, നീ എന്താണ് അതിൻ്റെ അകത്ത് ഒന്നുപോലും ചെയ്ത് സന്തോഷിക്കാത്തതെന്ന് ഒരാൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. തിരിച്ച് മറ്റേയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചുറ്റും എത്രമാത്രം ഓക്സിജൻ പ്രാണവായു ഉണ്ട്, എന്നിട്ട് നിങ്ങളതിനെ ഇത്രയും കഷ്ടപ്പെട്ട് വലിക്കുന്നത്? അപ്പോൾ ആദ്യം ചോദ്യം ചോദിച്ചാൽ ഒരു ആസ്മ രോഗിയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? ആളുടെ പരിമിതി എന്താണ്, ആസ്മ രോഗിയുടെ പരിമിതി എന്താണ്? അയാൾക്ക് ചുറ്റും ഇത്രമാത്രം ഓക്സിജനും സാധനം ഉണ്ടായിട്ടും അയാളുടെ ശ്വാസകോശത്തെ ഉപയോഗിച്ച് അയാൾക്ക് വേണ്ട ഓക്സിജനെ അയാൾക്ക് വേണ്ടത് എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടിയുണ്ട്. കാരണം അയാളുടെ ശ്വാസകോശത്തിനൊരു പരിമിതിയുണ്ട് അല്ലേ, ഒരു അസുഖം, ഒരു ബുദ്ധിമുട്ടുണ്ട്. മറ്റേയാളുടെ പ്രശ്നം എന്താണ്? തൽക്കാലം അയാളുടെ ബ്രെയിനിലെ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഇപ്പോൾ ശരിയായ രീതിയിൽ ബാലൻസ്ഡ് അല്ല. അപ്പോൾ അയാൾക്ക് ചുറ്റും നിങ്ങൾ എത്രത്തോളം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കൊടുത്താലും, അയാൾ തന്നെ എത്രത്തോളം സന്തോഷിച്ച കാര്യങ്ങൾ അയാളുടെ ചുറ്റും ഉണ്ടായാലും അയാൾക്ക് തൽക്കാലം ഇപ്പോൾ അത് പ്രോസസ്സ് ചെയ്യാനോ അതിനകത്ത് നിന്ന് അയാളുടെ ബ്രെയിൻ ഒരു റിവാർഡ് ഉണ്ടാക്കാനോ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ പക്ഷേ ആസ്മയുള്ള ഒരാളെ നമ്മൾ ഭയങ്കര എൻവയോൺമെൻറ്റ് ഏറ്റവും നമ്മൾ പറഞ്ഞ പോലെ എയർ ഹൈജീൻ ശ്രദ്ധിക്കും. അയാളും അത് പറയും. കാരണം മറ്റേ ആളുടെ എൻവയോൺമെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കില്ല. അയാൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അയാളുടെ എൻവയോൺമെൻറ്റിലുണ്ടാവും. വായു മാത്രമല്ലോ, അയാളുടെ ചുറ്റുമുള്ള അയാളോട് പെരുമാറുന്ന രീതി, ചെറിയ ചില പിന്നെ ശബ്ദങ്ങൾ, അല്ലെങ്കിൽ അയാളെ ചിലപ്പോൾ കളിയാക്കി ആളുകൾ സംസാരിക്കുന്നത്, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും അയാളത് കൂടുതൽ ട്രിഗർ ചെയ്ത് അയാളെ ഭയങ്കരമായിട്ട് മെന്റൽ ഷോക്കിലേക്ക് എത്തിക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അയാളുടെ എൻവയോൺമെന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ആരെങ്കിലും അങ്ങനെ ഗ്ലൂമിയായി ഇരിക്കുന്നുണ്ടെങ്കിലോ അയാൾ അങ്ങനെ ഒരു നേച്ചറാണ്, അയാൾ ആരോടും മിണ്ടില്ല, അയാൾ വിട്ടേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അയാളെ അവഗണിക്കുകയും ഒക്കെ ചെയ്യും. നമ്മളവരെ കെയർ ചെയ്യില്ല. അപ്പോൾ നമ്മളിത് വിചാരിക്കുന്നത് ഒരാളിത് ബോധപൂർവം ചെയ്യുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ്. ഒരാൾ മാനസികമായിട്ട് സത്യം അത് ബോധപൂർവം ചെയ്യുന്ന കാര്യമായിരിക്കില്ല ഭൂരിഭാഗം ആൾക്കാർ. അവർക്ക് ചിലപ്പോൾ ചെറുപ്പം മുതലേ നേരത്തെ പറഞ്ഞ പോലെ വളർന്നു വന്ന സാഹചര്യങ്ങളിലൂടെ രൂപപ്പെട്ട മനസ്സാണ് എല്ലാവരുടെയും. ചില ആൾക്കാരുടെ മനസ്സിൽ ചില ചെറിയ ഇംബാലൻസുകളുണ്ടോ, ഞാൻ ഈ പറഞ്ഞ ഡോപ്പമിൻ, സെറാട്ടോണിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ സാധനം ഉണ്ടാവും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ തെറാപ്പി ലെവലിൽ ചെയ്യാനുണ്ടാവും. ഇനി ചിലപ്പോൾ തന്നെ സൈക്കാട്രിസ്റ്റ് അടുത്ത് പോയിട്ട് ചിലപ്പോൾ ചെറിയ ഇപ്പോൾ ഇൻസുലിൻ കുറഞ്ഞ ഒരാൾക്ക് പുറത്തുനിന്ന് ഇൻസുലിൻ തൽക്കാലം കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ചിലപ്പോൾ ചെറിയൊരു ഡോപ്പമിൻ സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്ന് കൊടുക്കേണ്ടി വന്നിട്ട്, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഡയബറ്റീസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മാനസിക ആരോഗ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മളൊന്നും അറിയില്ല. ഭൂരിഭാഗം ആൾക്കാർ, ഞാൻ ക്യാമ്പിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാരിലും ശാരീരിക ആരോഗ്യ പ്രശ്നത്തേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നവരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്. അത് അവർ പക്ഷേ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അവരുടെ ചുറ്റുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ലൈഫ് അവർക്ക് ഭയങ്കര സഫറിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ മാനസികാരോഗ്യം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ചെറുപ്പം മുതലേ അവരുടെ ബ്രെയിനിനെ ഏറ്റവും നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ കൊടുക്കണം. ആ എക്സ്പീരിയൻസുകളാണ് ഇപ്പോൾ ഇവരൊക്കെയുള്ള സംസാരിച്ച കാര്യങ്ങൾ. കുട്ടികളോട് കൃത്യമായിട്ട് സംസാരിക്കുക, കുട്ടികൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള, ഏറ്റവും ശരിയായ രീതിയിൽ പഠിക്കാനുള്ള, ലൈംഗികത ഏറ്റവും ശരിയായ രീതിയിൽ പഠിക്കാനുള്ള സാഹചര്യം വീട്ടിൽ നിന്ന് ഒരുക്കണം. അച്ഛനും അമ്മയോട് സംസാരിക്കാൻ പറ്റണം. അല്ലെങ്കിൽ അവർ വേറെ വഴികൾ നോക്കും, അതിൻ്റെ അകത്ത് കിട്ടുന്ന സാധനങ്ങൾ വേറെ സംഭവങ്ങളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഏത് കാര്യവും നിരന്തരമായിട്ട് പഠിക്കുക എന്നുള്ളതും അറിയുക എന്നുള്ളതും നിരന്തരമായിട്ട് നമ്മളെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതും നമ്മുടെ മാനസികാരോഗ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലിങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെയുള്ള യാത്രകൾ ഹെൽപ്പ് ചെയ്യും, പുതിയ പഠന ക്ലാസ്സുകളും പുതിയ അന്വേഷണങ്ങളും അറിവ് തേടലും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ സന്തോഷം ഉണ്ടാവണമെങ്കിൽ, ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ആദ്യം അയാളുടെ ഡയബറ്റിസ് ക്ലിയർ ചെയ്യണം അല്ലേ? ഡയബറ്റിസ് ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം അതിനുള്ളൊരു നോളജ് അയാളെ അക്വയർ ചെയ്യണം. അയാളിപ്പോൾ മെയിൻ സ്ട്രീമിൽ തന്നെ ഒന്നും അന്വേഷിക്കാതെ ഡോക്ടറെ മാത്രം കണ്ടിട്ട് മരുന്ന് കഴിച്ച് പോവുകയാണെങ്കിൽ അയാൾക്ക് ഇത് കിട്ടില്ല. അത് വേറൊരു രീതിയിൽ അന്വേഷിക്കാൻ തയ്യാറായതുകൊണ്ടാണ് അങ്ങനെ ഒരു നോളജ് അയാൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഒറ്റ നോളജ് ആയിരിക്കും അയാളുടെ ജീവിതം തന്നെ രക്ഷിക്കുന്നത് അല്ലേ? മറ്റെല്ലാ കാര്യങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അതിൻ്റെ തുടക്കം നിലയിൽ പറഞ്ഞോളൂ. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം.